അഫ്താബ് തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് മഹാരാഷ്ട്ര പോലീസിന് ശ്രദ്ധ നൽകിയ പരാതിയും കേസിന്റെ ബലം കൂട്ടി. ശാസ്ത്രീയമായ ഒട്ടനവധി തെളിവുകളിലൂടെയാണ് പോലീസ് അഫ്താബിന് മേൽ കുരുക്കുമുറുക്കിയത്. വനത്തിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ DNA പരിശോധനയിലൂടെ ശ്രദ്ധയുടേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയ രക്തസാമ്പിളുകൾ ശ്രദ്ധയുടെ പിതാവിന്റെ DNA സാമ്പിളുമായി യോജിക്കുന്നതായും പോലീസ് കണ്ടെത്തി. മൃതശരീരം മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചെന്നായിരുന്നു അഫ്താബിന്റെ മൊഴി. ഇരുവരും വഴക്കെടുത്ത ഓഡിയോ സന്ദേശം കൂടി ലഭിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. ശ്രദ്ധയ്ക്കൊപ്പം താമസിക്കുമ്പോഴും അഫ്താബിന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ ശ്രദ്ധ പലപ്പോഴായി അഫ്താബിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള അവളുടെ നിരന്തര ആവശ്യവും പരസ്ത്രീകളുമായുള്ള അഫ്താബിന്റെ ബന്ധം എതിർത്തതുമാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാരണമെന്നാണ് ശ്രദ്ധയുടെ സുഹൃത്തുക്കളുടെ മൊഴി. ആഡംബര ജീവിതവും പാഴ്ചലവും ഒരുപാടുള്ള അഫ്താബിന്റെ ജീവിത രീതിയോട് പൊരുത്തപ്പെടാനും ശ്രദ്ധയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ പൊരുത്തക്കേടുകളും വഴക്കിന് കാരണമായി എന്ന് വേണം പറയാൻ. ശ്രദ്ധയ്ക്ക് മറ്റൊരു സുഹൃത്തുമായുള്ള ബന്ധവും അഫ്താബിനെ വലിയ രീതിയിൽ പ്രകോപിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതും ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി വന്ന ബന്ധമായിരുന്നു.